എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. അത് തൃക്കേട്ട നക്ഷത്രത്തെ പറ്റി പുതുവർഷ നക്ഷത്രഫലം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഇവരുടെ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെ, പുതുവർഷത്തിലെ ചിങ്ങമാസം മുതൽ കർക്കിടകം മാസം വരെയുള്ള ഓരോ മാസത്തിലെയും വർഷഫലം, നക്ഷത്രഫലമാണ് ഞാനിത് പറയുന്നത്. ചിങ്ങമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർമ്മ നേട്ടമുണ്ടാവും, കീർത്തിയും ഉണ്ടാവും, ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും, കർമ്മപരമായ പുരോഗതിയും ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ ഉദ്യോഗ കയറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രമോഷൻ ഉണ്ടാകാം. അതുപോലെ ഉദ്യോഗ കയറ്റം, പ്രമോഷൻ, പിന്നെ അതുകൂടാതെ പല വിധത്തിലുള്ള ഉദ്യോഗപരമായിട്ടുള്ള നേട്ടങ്ങൾ, വ്യാപാര വിജയം, കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വ്യാപാര വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ ധനക്ലേശം ഉണ്ടാകും, രോഗാദി ദുരിതങ്ങളും ഇവർക്കുണ്ടാകും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ ആരോഗ്യഹീനതയുണ്ടാകും, ദുഃഖങ്ങളും ഉണ്ടാകാം. ധനുമാസത്തിൽ ധനച്ചെലവ് കൂടും, പരാജയഭീതി ഉണ്ടാകും ധനുമാസത്തിൽ. മകരമാസത്തിൽ കർമ്മസിദ്ധി ഉണ്ടാകും, സൽകീർത്തി ഉണ്ടാവും, ധനപരമായ നേട്ടങ്ങളും മകരമാസത്തിൽ വന്നു ചേരും. കുംഭമാസത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മാതൃജന ദുരിതം ഉണ്ടാകും. കുംഭമാസത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാതൃജന ദുരിതങ്ങൾ ഉണ്ടാകാം. മീനമാസത്തിൽ രോഗം, സന്താനക്ലേശം എന്നിവ ഇവർക്ക് വരാം. മേടമാസത്തിൽ കാര്യവിജയവും രോഗശാന്തിയും ധനനേട്ടങ്ങളും ഉണ്ടാവും. മേടമാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം, കർമ്മ പുരോഗതി, പ്രവൃത്തി ഗുണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കും. പിന്നെ രോഗമുള്ളവർക്കാണെങ്കിൽ രോഗശാന്തി ഉണ്ടാകും, ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാം മേടമാസത്തിൽ. ഇടവമാസത്തിൽ യാത്രാ ദുരിതം, യാത്ര പോകുമ്പോൾ അത് ചില ദുരിതങ്ങൾ ഉണ്ടാക്കും, അതുകൂടാതെ മനക്ലേശങ്ങളും ഉണ്ടാകും. മിഥുനമാസത്തിൽ ആരോഗ്യഹീനതയുണ്ടാകും, അത് ശരീരത്തിന് നല്ല സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകും, ആരോഗ്യ അരിഷ്ടതകൾ ഉണ്ടാകും, പിന്നെ അപകടങ്ങൾ ഉണ്ടാകാം, അപകടങ്ങളും ഉണ്ടായെന്ന് വരും. കർക്കിടക മാസത്തിൽ മനപ്രയാസം ഉണ്ടാകും, ഗുരുജന വിരോധം, ദേഹാരിഷ്ഠിത, ഇതെല്ലാം കർക്കിടക മാസത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്രഫലമാണ് ഇവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും വിഷ്ണുഭജനവും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.